ഇതൊരു പൈനാപ്പിൾ ആണ്. ഇതൊരു അവക്കാഡോ ആണ്. ഇത് വെച്ചിട്ട് അവക്കാഡോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ്. ഇതാ ബ്രെഡ്, ഇതോ തക്കാളി, ഉള്ളിമുടി, പിന്നെ ഇതോ നാടൻ ചിക്കൻ. മിനി ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താണ്? പാറുകുട്ടി ഉണ്ടല്ലോ കൊറേ ദിവസമായിട്ട് അവക്കാഡോ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ. അത്ര രസമുള്ള സാധനമൊന്നും അല്ല. കട്ട് ചെയ്ത് നോക്കട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ നോക്കട്ടോ. ഇങ്ങനെയുണ്ട്. നമുക്കൊന്ന് ഇതുണ്ടല്ലോ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ. ഇവിടെ ഒരു മരത്തുനിന്ന് പറിച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ എടുക്കട്ടെ സ്പൂൺ വെച്ചിട്ട്. ഞാനാണ് കൊടുക്കുന്നേ. നല്ലേട്ട പഞ്ഞ കളി ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യില്ല. അതന്നെ പറഞ്ഞേ. ഇനി നാലെടുക്കേ. നാലെടുക്കട്ടെ. ഈ അവക്കാഡൊക്കെ നന്നായിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനത് ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ചിക്കൻ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് കുഞ്ഞു പീസുകളായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സിനായിട്ട് കൊടുക്കാനായിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഞാനത് പാറക്കുട്ടി സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇത് നമ്മുടെ പാറക്കുട്ടി ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് സ്വന്തമായിട്ട് ഈ അവക്കാഡോ സ്മാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീരുന്നത് അവൾ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്വിച്ച് ഇട്ട പോലെ അവളുടെ പിണക്കൊക്കെ പോയത് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കുറുമ്പീൻ്റെ അടവ്. അപ്പോൾ നമ്മുടെ അവക്കാഡോ എല്ലാം നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരു ഗാനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. ഇതിലേക്ക് ഇതേ നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ പീസുകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. മുന്നേ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സാൻഡ്വിച്ചിന് എന്തായിരിക്കും ടേസ്റ്റ് എന്നറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയും കൂടി ആയിരുന്നു കേട്ടോ. ആ കുട്ടി ഇതിനിടയിൽ പിണങ്ങി പോയിട്ടുണ്ടായിരുന്നേ. ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഒറ്റയ്ക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പിണങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാക്കി പരിപാടികൾ ഇതേ അച്ഛനും മോളും കൂടിയാണ് കേട്ടോ. പാറക്കുട്ടിക്കുള്ള സാൻഡ്വിച്ച് പാറക്കുട്ടി ഒറ്റയ്ക്ക് തന്നെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ അവളുടെ അച്ചക്കൂട്ടിനുള്ള സാൻഡ്വിച്ചും അവൾക്ക് തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി പാറക്കുട്ടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിത് കഴിച്ചിട്ട് ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ഹൈപ്പൊന്നും കൊടുക്കാനായിട്ടില്ല കേട്ടോ. പക്ഷേ ടേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ ടേസ്റ്റാണ്. ഇനി പാറക്കുട്ടിയുടെ റിവ്യൂ കൂടി കേൾക്കാം കേട്ടോ. എങ്ങനെയുണ്ട് അവക്കാഡോ സാൻഡ്വിച്ച്? ആണോ? പാറക്കുട്ടിയുടെ അഭിപ്രായം ഇതാണ് കേട്ടോ ഗൈസ്. അപ്പൊ എല്ലാവരോടും ഉണ്ടാക്കി വെക്കാൻ പറയണോ? ചിക്കൻ അതുകൊണ്ട് ഞങ്ങളുടെ വേറെ വീഡിയോ ഇട്ടുണ്ടാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക്